ദേ പറഞ്ഞു പറഞ്ഞ് വിഷു വന്നതും പോയതും ഒക്കെ പെട്ടെന്നായിരുന്നല്ലേ. എന്നാ പിന്നെ ഞങ്ങളെ വിഷു ഒരുക്കങ്ങളും വിഷു പരിപാടികളൊക്കെ ഒന്ന് കണ്ടാൽ. ഞങ്ങൾ പിള്ളേർ സെറ്റുകളൊക്കെ ചെറിയ വിഷു ആയെന്ന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് വിഷുവിൻ്റെ തലേ ദിവസം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ പുറത്തു പോയിട്ട് വേണ്ടുന്ന വളകളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ലാസ്റ്റ് ടൈം മിസ്സിങ് ആയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൂടെ വാങ്ങിച്ചിട്ട് വീട്ടിലെത്തിയിട്ട് ഇതാ ഇതുപോലെ വിഷു ഒരുക്കങ്ങളായിരുന്നു കേട്ടോ. മൈലാഞ്ചി ഇടലും ഉണ്ണിയപ്പം ഉണ്ടാക്കലും അങ്ങനെ കുറേ പരിപാടികളെ. ഈ നാടും വീടൊക്കെ വിട്ടിട്ട് ഇവിടെ ബാംഗ്ലൂർ ജീവിക്കുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരാഘോഷങ്ങളും ഞങ്ങൾ വിട്ടുകളയാറില്ല. പറ്റുന്ന ആഘോഷങ്ങളൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കാറുമുണ്ട്. സത്യം പറഞ്ഞാൽ വീട്ടിലെ വിഷു ഒരുക്കങ്ങളും വിഷുക്കണിയും പിന്നെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ കുറേ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ വീട്ടിൽ എന്താഘോഷങ്ങൾ ഉണ്ടെങ്കിലും നമ്മളെപ്പോലുള്ളവർ കുറച്ച് പേരെങ്കിലും കാണാതെ പോകുന്ന അമ്മമാരുടെ ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അത് സത്യത്തിൽ ഇതുപോലുള്ള അവസ്ഥകളിലാണ് കേട്ടോ നമ്മൾ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ വിഷുവിൻ്റെ തലേന്നൊക്കെ അവർ ഉറങ്ങിയിട്ട് പോലും ഉണ്ടാവില്ല. എനിക്കും ഈ ഒരു അവസ്ഥ വന്ന സമയത്താണ് സത്യത്തിൽ അമ്മേൻ്റെ ഒക്കെ എഫേർട്ട് മനസ്സിലാക്കുന്നത് കേട്ടോ. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള എന്തിവിടെ കിട്ടുമെങ്കിലും എല്ലാവരും കൂടെ ഇതുപോലെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണല്ലേ. സത്യത്തിൽ വിഷു ഓണമൊക്കെ വരുന്ന സമയത്ത് നമ്മളെ ഓർമ്മകളിൽ കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ നമ്മളെ മക്കൾക്കും അങ്ങനെ വിഷു ഓണം എന്നൊക്കെ പറയുന്ന സമയത്ത് നല്ല ഓർമ്മകൾ എപ്പോഴും ഉണ്ടാവട്ടെ. പിന്നെ ഇപ്രാവശ്യത്തെ വിഷു സദ്യ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതായത് ഞങ്ങൾ സെയിം അപ്പാർട്ട്മെൻറ്റിൽ തന്നെ താഴെയും മുകളിലും ആയിട്ടാണ് താമസിക്കുന്നത്. അങ്ങനെ കുറച്ച് ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തൊക്കെ കഴിഞ്ഞിട്ട് ഇപ്രാവശ്യത്തെ വിഷുവും അടിപൊളിയായിട്ട് ആഘോഷിച്ചു.